ഏർലി 1900-കളിൽ ആൽബർട്ട് സി ക്രൂയേറ്റ് എന്ന് പറയുന്ന ഒരു മിഷനറി അദ്ദേഹം ബാഡ വാലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു. ഇപ്പോ ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലോർ ലിൻഡു നാഷണൽ പാർക്കിലാണ്. ഇത് ഇന്തോനേഷ്യയിലാണ് ഉള്ളത്. ഇദ്ദേഹം നോക്കും വേണ്ടി അവിടെയുള്ള ലോക്കൽസ് എല്ലാം ഒരു തരത്തിൽ വലിയ ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടികളെ ഇങ്ങനെ ആരാധിക്കുന്നത് കാണുന്നു. മാക്സിമം 3 മീറ്ററോളം ഉയരം വരുന്ന പല സൈസിലുമുള്ള ചട്ടികളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതും ഈ ചട്ടികളെല്ലാം ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യത്തിലുള്ള ഭാരമുള്ള സംഭവങ്ങൾ തന്നെയാണ്. അങ്ങനെ ഇദ്ദേഹം ലോക്കൽസിന്റെ അടുത്ത് ഒരു അന്വേഷണം നടത്തുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെ ആരാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം മെയിൻ ആയിട്ട് ചോദിച്ചത്. അതോടൊപ്പം തന്നെ ഈ ആരാധനയ്ക്ക് പിന്നിലുള്ള ഐതിഹ്യം എന്താന്നുള്ള ഒരു കാര്യം ഇദ്ദേഹം ചോദിക്കുന്നു. സാധാരണ ഇങ്ങനൊരു ചോദ്യം ഏതൊരു കമ്മ്യൂണിറ്റിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടാവും. പക്ഷേ ഇവർക്ക് അങ്ങനെ യാതൊരു രീതിയിലുള്ള റീസൺസ് ഉണ്ടായിരുന്നില്ല. ഇവർ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ എന്താ വെച്ചാൽ ഞങ്ങളുടെ ആൻസിസ്ട്രിക്ക് മുമ്പേ ഈ ഒരു സംഭവം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഒറിജിൻ എന്താണെന്നോ, ഇത് എവിടെ നിന്നാണ് ഉണ്ടായി വന്നത്, ഇത് ആരുടെയാണോ, ഇത് ആരാണ് ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള യാതൊരു ഐഡിയയും ഈ ആരാധിക്കുന്ന ആൾക്കാർക്കില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ ഇവർ എന്തിനെയാണ് ആരാധിക്കുന്നത്, ആരെയാണ് ആരാധിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല. നമ്മുടെ ചാനലിലൂടെ ഈ ലോകത്തിൽ കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള മിസ്റ്ററികളെ പറ്റിയിട്ട് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ടോപ്പിക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെയധികം ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അങ്ങനെ 1900-കളിൽ ആൽബർട്ട് സി എന്ന് പറയുന്ന നമ്മുടെ മിഷനറി ഈ സംഭവത്തെ ലോകോത്തരമായിട്ടുള്ള സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലേക്ക് തുറന്നു കാണിക്കുന്നു. ആ ഒരു നിമിഷം മുതൽ സയന്റിഫിക് കമ്മ്യൂണിറ്റിയും ആർക്കിയോളജിക്കൽ കമ്മ്യൂണിറ്റിയും ഈ ഒരു സംഭവത്തെ പറ്റി വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് യാതൊന്നും തെളിയിക്കാൻ കഴിയുന്നില്ല. ബാഡ വാലി, നെസോവ വാലി, നിപ്പോ വാലി എന്ന് പറയുന്ന ഈ 3 സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 400ഓളം ഇത്തരത്തിലുള്ള ആർട്ടിഫാക്റ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സോൾഡ് പീസ് ഓഫ് ഗ്രാനൈറ്റിൽ നിന്നാണ്. അതും ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന ചില ആർട്ടിഫാക്റ്റുകളെല്ലാം വളരെയധികം ഉയരം കൂടിയ ആർട്ടിഫാക്റ്റുകളാണ്. അതായത് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് ഏകദേശം 3 മീറ്ററോളം വലിയ ഒരു ജാറാണ്. ഇതുപോലെ ജാറ് പോലെ ഇരിക്കുന്ന ആർട്ടിഫാക്റ്റുകളോടൊപ്പം തന്നെ നമുക്ക് മനുഷ്യരൂപത്തിലുള്ള ഇത്തരത്തിലുള്ള ആർട്ടിഫാക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ ജാറ് പോലെ ഇരിക്കുന്ന ആർട്ടിഫാക്റ്റുകളെ നമ്മൾ കലമ്പ എന്നാണ് വിളിക്കുന്നത്. ഈ മനുഷ്യരൂപത്തിലുള്ള ആർട്ടിഫാക്റ്റുകളാവട്ടെ നമ്മൾ അർക്ക എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഈ മനുഷ്യരൂപത്തിലുള്ള ആർട്ടിഫാക്റ്റുകൾ ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില സമയത്താവട്ടെ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ഏറ്റവും വലിയ മനുഷ്യരൂപത്തിലുള്ള ആർട്ടിഫാക്റ്റാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇതിന്റെ ഭാരം മാത്രം ഏകദേശം ഒരു 10 ടണ്ണിന് മുകളിൽ ഉണ്ടാവുന്നതാണ് എസ്റ്റിമേറ്റ് കണക്കുകളൊക്കെ പറയുന്നത്. ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ റിലീജിയസ് ആയിട്ട് എന്താണ് ശരിക്കും നടക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അതായത് ഇതെന്തെന്നറിയാണ്ട് ബ്ലൈൻഡ് ആയിട്ട് അതിനെ വിശ്വസിക്കുന്ന ഒരവസ്ഥ. നിങ്ങളിപ്പോ ഈ കാണുന്ന ആർട്ടിഫാക്റ്റുകളും ഈ ഒരു സംഭവത്തെ കാണാനും വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഇത് ആരാണോ പണിതത്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പണിതത്, ഇതിന്റെ പേർപ്പസ് എന്താണ്, അതിനെ പറ്റിയിട്ട് നമുക്ക് ഇതുവരെ യാതൊരു ഐഡിയ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രായം എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഇതുവരെയായിട്ട് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്താ വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു പുരാതനമായിട്ടുള്ള സിവിലൈസേഷനുമായിട്ട് ഈ ഒരു സംഭവത്തിന് യാതൊരു ബന്ധവുമില്ല. നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇവർ ഈ തൊട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം എന്താണെന്നുള്ളത് നമുക്കറിയില്ല എന്ന് ചുരുക്കി നമുക്ക് പറയാൻ പറ്റും. ഇത് ഇത്ര അധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പ്രായം അളക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഈ ഒരു സംഭവത്തിന് മിനിമം ഒരു 5000 വർഷങ്ങളിൽ പഴക്കം ഉണ്ടാവുന്നതാണ് പറയപ്പെടുന്നത്. നിങ്ങളിപ്പോ ഈ കാണുന്നത് ഞാൻ നേരത്തെ കാണിച്ച ഇവിടെ തന്നെ കണ്ടുവരുന്ന ഹ്യൂമറോയിഡ് ഫിഗേഴ്സ് ആണ്, അതായത് ഈ പറഞ്ഞ സ്റ്റാച്യൂകളാണ്. അപ്പോ ഇതിന്റെ ആ ഒരു പൊസിഷനിൽ നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ ഈ ഫിഗേഴ്സിലെല്ലാം നമുക്ക് വലിയൊരു തല കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ചെറിയ ഒരു ശരീരമായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഇവിടെ കാല് എന്നുള്ളൊരു ഫീച്ചർ ഒരു ഫിഗേഴ്സിൽ നമുക്ക് കാണാനും കഴിയില്ല. അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടുവരുന്ന പ്രതിമകളുടെ കൈ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ കൈ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കഴിയില്ല. വെറുതെ ഒരു ഡ്രോയിങ് മാത്രം, ഒരു ജസ്റ്റ് ഒരു കൊത്തുപണി മാത്രം പോലത്തെ ഒരു കൈയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ 2 കൈയും താഴത്തേക്ക് ഇങ്ങനെ കൂപ്പി വെച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് വച്ചിരിക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് ഇവിടെ തോന്നുക. ഞാനിപ്പോ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ഇപ്പോഴേ നോട്ട് ചെയ്ത് നോക്കുക. കാരണം ഈ വീട് മുന്നോട്ട് പോകും തോറും ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് അറിയോ? ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. വളരെയധികം ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് തന്നെയാണ്. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഗ്രാനൈറ്റ് എന്നുള്ള ഒരു സംഭവം നമ്മൾ എവിടെന്നെങ്കിലും ക്വാറി ചെയ്തെടുത്തോണ്ട് വരണ്ടേ?
അതിനുള്ള ഒരു ഉത്തരം നമ്മൾ എല്ലാവരും വിചാരിക്കും ഇത് ഇത്രയധികം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ആർട്ടിഫാക്ട് ആയതുകൊണ്ട് തന്നെ ഈ സംഭവം ഈ പാറക്കല്ലെല്ലാം അവിടെ നിന്ന് തന്നെ കുഴിച്ചെടുത്ത അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ക്വാറി ചെയ്തെടുത്ത പാറക്കല്ലുകളായിരിക്കും എന്നുള്ളൊരു തിങ്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ കോമൺ ആയിട്ടുള്ള തോന്നലിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മിസ്റ്ററി ഒളിച്ചിരിക്കുന്നത്. അതായത് ഈ കല്ലുകൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുവരുന്ന ഒരു സംഭവമല്ല. ഈ കല്ലുകൾ എവിടെ നിന്നാണ് അവർ ക്വാറി ചെയ്തെടുത്തത് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇതിപ്പോ ഞാനത് പറയുമ്പോൾ അവിടെ ജസ്റ്റ് അവരിവിടെ നോക്കിയിട്ട് അവരിങ്ങനെ യാതൊരു ഐഡിയ ഇല്ലെന്ന് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഏകദേശം 100-ൽ കൂടുതൽ വർഷങ്ങളായിട്ട് ഈ ഒരു സംഭവത്തിന്റെ പുറകെ നടക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആർക്കും ഇത് എവിടെ നിന്നാണോ ക്വാറി ചെയ്തെടുത്തത്, ഇത് എവിടെ നിന്നാണോ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയയും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പിന്നെയും കൂടുന്നത് വേറൊരു സംഭവം കാണുമ്പോഴാണ്. നിങ്ങളിപ്പോ ഈ ഫോട്ടോഗ്രാഫിയിൽ കാണുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു UFOനെ പോലത്തെ സംഭവമായിട്ട് നമുക്ക് തോന്നിക്കാം. പക്ഷേ ഇത് ഈ ഒരു സംഭവത്തിന്റെ മൂടിയാണ്. നമ്മൾ ഇത്ര നേരം കണ്ട കലമ്പ എന്ന് പറയുന്ന ഒരു സംഭവം ഇതുപോലുള്ള ജാറുകളാണ്, പക്ഷെ വലുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാൽ ഈ ജാറുകൾക്ക് ഇതുപോലുള്ള മൂടിയുണ്ട്. അതായത് ഇതേപോലെ ഈ ജാറിന്റെ മൂടി വെക്കാനുള്ള മൂടി അതിനകത്തുണ്ട്. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് അധികം ടണ്ണോളം ഭാരം വരുന്ന ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണെന്ന് മാത്രം. ഇങ്ങനെ ഒരു ഫീച്ചർ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അധികം ചോദ്യങ്ങൾ ഇങ്ങനെ റൈസ് ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് ഈ ഒരു മൂടി ഈ ജാറിന്റെ മുകളിൽ കയറ്റി വയ്ക്കാൻ പറ്റിയത്? അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, അങ്ങനെ ഏതെങ്കിലും ആർട്ടിഫാക്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത് അത്തരത്തിലുള്ള ഒരു ആർട്ടിഫാക്ട് ആണ്. ഇത്രയധികം ഭാരമുള്ള മൂടി ഈ ഒരു സംഭവത്തിന്റെ മുകളിൽ കയറ്റി ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചോദ്യം. അതും ഇവിടുത്തെ ഏറ്റവും വലിയ ജാർ എന്നൊക്കെ പറയുന്നത് ഏകദേശം 3 മീറ്ററോളം ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ജാറാണ്. അപ്പോ ഇതൊക്കെ എങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനോടൊപ്പം തന്നെ ഏതൊരു കൊച്ചുകുട്ടിക്കും തോന്നാവുന്ന വേറൊരു ചോദ്യമാണ് എന്ത് പേർപ്പസ് ആണ് ഈ ഒരു സംഭവം സെർവ് ചെയ്യുന്നത്? ജാർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യർ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു വസ്തുവാണ്. അപ്പോ അതിനെന്തിനാണ് ഇത്ര അധികം വലുതാക്കി പണിയേണ്ട ആവശ്യം എന്നുള്ളതൊക്കെയാണ് ശരിക്കും നമ്മൾ എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരു സൈറ്റ് വളരെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ മിസ്റ്ററി ഏറ്റവും കൂടുതൽ കൂട്ടുന്നത് എപ്പോഴാണെന്നറിയോ? വെറും 3000 കിലോമീറ്റർ നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി. ബാഡ വാലിയിൽ നിന്ന് ഏകദേശം 3000 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു സൈറ്റ് കാണാൻ പറ്റും. ഇവിടെയും ഈ പറയുന്ന പോലെ ആയിരക്കണക്കിന് ഇത്തരത്തിലുള്ള ജാറുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ബാഡ വാലിയിൽ കണ്ടുവരുന്നത് പോലെ ഈ സൈറ്റിൽ കണ്ടുവരുന്ന ജാറുകളെല്ലാം പകുതി മുക്കാലും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതിന്റെ മെയിൻ റീസൺ മോഡേൺ ഹ്യൂമൻസ് ആണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ സംഭവിച്ച യുദ്ധത്തിന്റെ ബോംബിംഗ് മൂലം ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നശിക്കപ്പെട്ട ഒരു അവസ്ഥയാണ്. അതായത് ഈ പറയുന്ന ബോംബുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിലേക്കാണ് വന്ന് വീണിരിക്കുന്നത്. അതും ഇവിടെ ഇട്ടിരിക്കുന്ന നിരവധി ബോംബുകൾ ഇപ്പോഴും ആക്റ്റീവ് ആണ്. ഈ ഒരു റീസൺ കാരണം നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആയിട്ട് ഈ ഒരു സ്ഥലം മാറിയിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിന്റെ പേര് തന്നെ പ്ലെയിൻ ഓഫ് ജാർസ് എന്നാണ്. നേരത്തെ പറഞ്ഞ ബാഡ വാലി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പേര് പോലെ തന്നെ ഒരു വാലിയിലാണ്. അതായത് കാടും മേടൊക്കെ നിറഞ്ഞ ഒരു വാലിയിലാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, കാടും മേടൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എങ്ങനെ ഇത്രയും ഭാരമുള്ള കല്ലുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഉത്തരം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്കറിയാവുന്ന കുറച്ച് ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സിവിലൈസേഷൻ ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഗോബേക്ലി ടെപ്പയാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇത് ലോകോത്തര ഫേമസ് ആയിട്ടുള്ള ഒരു സൈറ്റും കൂടിയാണ്. അപ്പോ ഇവിടെ കണ്ടുവരുന്ന ഒരു സ്റ്റാച്യുവിനെയാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. അതായത് മിക്കവാറും ഈ ലോകത്തിലത്തെ ആദ്യത്തെ സ്റ്റാച്യു തന്നെയായിരിക്കും ഇത്. അപ്പോ ഈ സ്റ്റാച്യൂയുടെ ആ ഒരു ക്യാരക്ടർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ ഈ സ്റ്റാച്യൂയുടെ കൈയുടെ പൊസിഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതായത് നേരെ താഴത്തേക്ക് ഇങ്ങനെ വച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 2 കൈയും ഇങ്ങനെ അടുപ്പിച്ച് വച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് ബാഡ വാലിയിലെ സ്റ്റാച്യൂയിൽ കണ്ടുവരുന്ന അതേ ക്യാരക്ടറും അതേ പൊസിഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനും കഴിയുന്നത്. ഗോബേക്ലി ടേപ്പെ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിന് ഏകദേശം 12,000-ഓളം വർഷങ്ങൾ പഴക്കമുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ അറിയാൻ കഴിയുന്നത്. അപ്പൊ മിക്കവാറും ഗോബേക്ലി ടേപ്പയിൽ ഉണ്ടായിരുന്ന സിവിലൈസേഷനും ബാഡ വാലിയിലുള്ള സിവിലൈസേഷനും കണക്റ്റഡ് ആയിരിക്കും എന്നുള്ള ഒരു തിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ ഇത് രണ്ടും ഈ ഭൂമിയുടെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന 2 സിവിലൈസേഷൻസ് ആണ്. നിങ്ങളിപ്പോ ഈ കാണുന്നത് ഈസ്റ്റർ ഐലൻഡ്സിൽ കണ്ടുവരുന്ന മോയി സ്റ്റാച്യൂസ് ആണ്. ഇതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പേഴ്സണലി ഒരുപാട് അധികം തിരക്കുകൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി മുതൽ ഇതിനെ പറ്റിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും. മോയി സ്റ്റാച്യൂസ് എന്ന് പറയുന്നത് ഒരു ആർക്കിയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ആലോചിക്കുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്.
അപ്പോ ഈ സ്റ്റാച്യൂയുടെ ക്യാരക്ടറിസ്റ്റിക് നിങ്ങളൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സംഭവത്തിന്റെ കൈയിലേക്കാണ്. അപ്പോ ഈ കൈയുടെ പൊസിഷൻ നിങ്ങളൊന്ന് നോക്കി നോക്കാം. നിങ്ങളിപ്പോ ഈ കാണുന്നത് സാൻ അഗസ്റ്റിൻ എന്ന് പറയുന്ന സ്റ്റോൺ സ്റ്റാച്യൂസ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രായം എന്തോരുണ്ടെന്ന് ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. അപ്പോൾ ഇത്ര അധികം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഈ ഒരു സ്റ്റാച്യൂയുടെ ആ ഒരു കൈയുടെ പൊസിഷനും നിങ്ങളൊന്ന് നോക്കി നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്. ഈ എല്ലാ സ്റ്റാച്യൂകളുടെയും പൊസിഷനിങ് സെയിം ആണ്. അതായത് ഇതിന്റെ ആ ഒരു ജനറൽ ഐഡിയ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ ഒരു ജനറൽ ഫിഗർ ശരിക്കും സെയിം ആണ്, അതിന്റെ ക്യാരക്ടർ ശരിക്കും സെയിം ആണ്. ഇതിൽ നിന്ന് നമുക്ക് ലോജിക്കലി ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ലോകത്തിൽ അവിടെ ഇവിടെയും കിടക്കുന്ന പല സിവിലൈസേഷനും കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഒരുപാട് തിയറികൾ പറയാൻ പറ്റും. ഈ ലോകത്തിൽ കണ്ടുവരുന്ന പല ഏൻഷ്യൻ ബുക്കുകളും മിത്തോളജീസ് ഒക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് എന്തോ ഒരു സംഭവം താഴത്തേക്ക് ഇറങ്ങി വരുന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനെ ആൾക്കാർ ദൈവമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റോറി ഈ ലോകത്തിൽ അവിടെ ഇവിടെ കിടക്കുന്ന പല സിവിലൈസേഷനിലും പല മതങ്ങളിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു തീമാണ്. എന്നാൽ ഈ കോമൺ കഥ എല്ലാ മിത്തോളജീസിൽ കണ്ടുവരാൻ എന്തെങ്കിലും ഒരു റീസൺ കാണോ? ഇവരെല്ലാവരും കോമൺ ആയിട്ട് കണ്ട ഒരു കാഴ്ചയായിരിക്കും ഇത്. എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ലോകത്ത് അവിടെ ഇവിടെ കിടക്കുന്ന പല സിവിലൈസേഷന്റെ റെമിനിസൻസിലും നമുക്ക് ഇതുപോലുള്ള സ്റ്റാച്യൂസ് ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇവരെല്ലാവരും കോമൺ ആയിട്ട് എന്തൊക്കെയോ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ സാധാരണ ചെറിയൊരു ഇൻസിഡന്റ് പോലെ ആയിരിക്കില്ല. ഇതിപ്പോ ഒരു ചെറിയ ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മൈൻഡ് പോലും ചെയ്യില്ല, അവർ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോകും. പക്ഷെ ഇത് അത്യാവശ്യം സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയതുകൊണ്ടാണ് അവർ ഈ ഒരു സംഭവത്തെ ഓർത്തിരിക്കുന്നതും അതിനെ പറ്റിയിട്ട് സ്റ്റാച്യു ഒക്കെ കൊത്തിവെക്കുന്നതും. നമ്മുടെ കൈവശമുള്ള ആർക്കിയോളജിയും സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഈ ഒരു ചട്ടികളുടെ പേർപ്പസ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഊഹം നമ്മുടെ കൈവശമുണ്ട്. അതിനെ പറ്റി യാതൊരു തെളിവുമില്ല, ഒരു ഊഹം മാത്രം നമ്മുടെ കൈവശമുണ്ട്. ഇത് മരണാനന്തര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ചട്ടിയാണ് എന്നാണ് ഇവർക്ക് പറയാൻ കഴിയുന്നത്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഒരു മനുഷ്യ ശരീരത്തെ ഈ പറഞ്ഞ ചട്ടിയുടെ അകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതോടൊപ്പം തന്നെ ഈ ചട്ടികളുടെ വലിപ്പം എന്ന് പറയുന്നത് ചെറിയ ചട്ടികൾ നമുക്ക് കാണാൻ കഴിയും. അതിലൊരിക്കലും ഒരു മനുഷ്യ ശരീരത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ക്ലെയിം അവിടെ വെച്ച് നമുക്ക് ഡിസ്മിസ് ചെയ്യാനും പറ്റും. പിന്നെ വേറൊരു വാദം എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ ഒരു ബാത്ത് ടബ് പോലത്തെ ഒരു സംഭവമായിരിക്കും എന്നുള്ളതാണ്. അതായത് അന്നത്തെ രാജാക്കന്മാർക്ക് കുളിക്കാൻ വേണ്ട ഒരു സംഭവമായിരിക്കും എന്നാണ് ഒരുപാട് ആൾക്കാർ വാദിക്കുന്നത്. പക്ഷെ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്. എന്തിനാണ് ഒരു ബാത്ത് ടബിന് ഇത്ര 3-4 ടൺ വരുന്ന ഒരു മൂടിയുടെ ആവശ്യം എന്താണ്? അപ്പോ ആ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം നമുക്ക് ഡിസ്മിസ് ചെയ്യാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ ഈ ഒരു സംഭവം എന്തിനാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നതിനെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. നിങ്ങളിപ്പോ ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ ഈ ജാറിന്റെ ലിഡാണ്. അപ്പോ ഈ ലിഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില ക്രീച്ചേഴ്സിന്റെ രൂപം ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതേ ക്രീച്ചേഴ്സിന്റെ രൂപം തന്നെ നമുക്ക് ഗോബേക്കിലി ടെപ്പിൽ നോക്കി കഴിഞ്ഞാലും കാണാൻ കഴിയും. അതായത് രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫിഗറിങ്സ് ആണ് നമുക്ക് രണ്ടിലും കാണാൻ കഴിയുന്നത്. എനിക്കറിയാം ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും മലയാളത്തിൽ വരുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ആൾക്കാർ ഇതിനൊന്നും ഒട്ടും ബോധോടല്ല. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അതും മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത് അത്രയധികം സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇത്രയധികം കോൺഫിഡൻസോടെ ഇപ്പോഴും ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നല്ല ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.